ഹായ് ഫ്രണ്ട്സ്, നാടിനടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ടപ്പി പോയിട്ട് ഇപ്പോഴാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് തീരെ വയ്യാതിരുന്നത് കൊണ്ടാണ് വീണ്ടും ഈ മുടക്കം ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് ചൂര മീനാണ് ഇന്ന് കറി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതിന് വേണ്ടുന്ന പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, കുരുമുളക് ഇത് നമുക്ക് ഇത്രയൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. അപ്പം ഞാൻ നമ്മുടെ മീനിന് ചേർക്കാനുള്ള ഇഞ്ചി, കുരുമുളക്, അതുപോലെ തന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി ഇത്രയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കൂടെ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ എടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ഉലുവാപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയും ചേർക്കാം. മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വലിയ മീനൊക്കെ കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാതെ വെക്കുന്നതിനാണ് നല്ലത്. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇനി നമുക്ക് മുളക് പൊടി എടുക്കാം. അപ്പോൾ ഈ സ്പൂണിനാണ് ഞാൻ എടുക്കുന്നത്. ഇതിനൊരു 2.5 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് കായ ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കുരുമുളക്, അതേപോലെ തന്നെ അതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. ഇതിൻ്റെ പച്ച മണമൊന്ന് മാറി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ പീസ് കായ ഇട്ടെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള മീനൊക്കെ നമ്മളുണ്ടാക്കുമ്പോൾ ചെറിയ പീസ് ഒത്തിരി ഇടണ്ട, കായം ചൊഴിക്കും പോലെ ഇടണ്ട. ചെറിയൊരു പീസ് കായ ഇട്ട് കൊടുക്കുന്നത് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനിയൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം മീൻ പെറുക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. പുളിയൊക്കെ നന്നായിട്ട് ചേർക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മീനൊന്നും കൊള്ളത്തില്ല. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നോക്കാം
എന്തുമാത്രം വെള്ളം കൂടി ചേർക്കണമെന്ന്. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ മീൻകറി എന്തായി എന്ന് നോക്കാം. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. സമയത്തിന് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. കുറച്ചും കൂടി ഒന്ന് ചാറൊക്കെ ഒന്ന് പറ്റട്ടെ. അപ്പോൾ കൂട്ടുകാരെല്ലാം കണ്ടല്ലോ, നമ്മുടെ ചൂരക്കറി നല്ല സൂപ്പറായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിലായിട്ട് കുറച്ച് നല്ല പച്ച കറിവേപ്പില ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് താത്തു വെക്കാം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കണ്ടല്ലോ, നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡിയായി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് നാളെയും കാണാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ കിടന്നുള്ള വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അപ്പോൾ നാളെ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം.